ജോലിയുടെ ഒരു ഭാഗമായി ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒന്നാണ് ഈ കടന്നൽ കുത്തൽ. ഒരെണ്ണം കിട്ടിയതിൻ്റെയാണ് ഈ കാണുന്ന മീറ്റർ ബോക്സിൽ കടന്നലുണ്ടാകുന്നതിന് പ്രത്യേകിച്ച് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു പച്ചയാണ് ഈ കാണുന്നത്. സാധാരണ കുത്ത് കിട്ടുമ്പോൾ ഗരുഡക്കൊടി, തുളസി മുതലായ സാധനങ്ങളാണ് തൂക്കുക. ഇത്തരത്തിലൊരു ഇല കിട്ടുന്നത് ആദ്യമായാണ്. എന്തിലയാണെന്ന് മനസ്സിലായില്ലെങ്കിലും നീരിൽ തൂത്തിട്ട് നല്ല ആശ്വാസം. ഒരു സൈഡിൽ നിന്ന് മീറ്റർ ബോക്സ് തുറന്നത് കൊണ്ട് മുഖത്ത് കുത്ത് കിട്ടാതെ രക്ഷപ്പെട്ടു. നല്ല ഐശ്വര്യം. കുത്ത് കിട്ടിയ ഒരു ദിവസം തുടങ്ങി. ഇന്ന് ഈ ഭാഗത്താണ് ഡ്യൂട്ടി. ഈ ഭാഗത്ത് വീടുകൾ കുറച്ച് അകന്നകന്നാണ്. അകന്നകന്ന് വീടുള്ള ഇടങ്ങളിൽ സ്കൂട്ടറിന് റീഡിംഗ് എടുക്കുകയാണ് എളുപ്പം. ഇപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ടാറിങ്ങിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു. ഈ റോഡും ടാർ ചെയ്തിട്ടുണ്ട്. ഈ റോഡിന് ഇരുവശവും മുൻപ് നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടമാണ്. ഇപ്പോഴെന്തായാലും നെൽകൃഷിയില്ല. ചിലയിടങ്ങളിൽ തെങ്ങ് കാണാം. റോഡിന് ഇരുവശവും കുറ്റിച്ചെടികളും മരങ്ങളും വളർന്നു നിൽക്കുന്നതിനാൽ കാഴ്ച അത്യാവശ്യം ആസ്വാദ്യകരമാണ്. സ്ഥിരം കാഴ്ചയായതുകൊണ്ട് എനിക്കിതൊരു പുതുമയല്ല. റോഡിന് ഇരുവശത്തെയും മരങ്ങൾ കണ്ടാൽ ഇത് നെൽകൃഷി ചെയ്യുന്ന പാടത്തിന് സമീപമുള്ള പ്രദേശമാണെന്ന് തോന്നുകയില്ല. അതിരാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ്, പക്ഷെ വെയിലായി തുടങ്ങി. ഇനിയുള്ള 2-3 മാസങ്ങളിൽ അതിരാവിലെ റീഡിങ്ങിന് ഇറങ്ങും. രാവിലത്തെ മഞ്ഞുള്ള കാലാവസ്ഥ മാറി തുടങ്ങി. അതിരാവിലെയും വൈകുന്നേരവുമായി ജോലി ചെയ്ത് ഉച്ചക്കത്തെ വെയിൽ ഒഴിവാക്കണം. ഇനി കാണുന്ന കുറ്റിച്ചെടിക്ക് അപ്പുറമുള്ള ചെറിയ വഴിയിലാണ് നമുക്ക് ഇനി റീഡിംഗ് എടുക്കേണ്ട വീടുകൾ. 6 മാസത്തേക്കാണ് ഒരു ഏരിയയിൽ ഒരാൾ റീഡിംഗ് എടുക്കുക. അതിനുശേഷം ഒന്ന് ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യും. 6 മാസത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഞാനാണ് റീഡിംഗ് എടുക്കുന്നതെങ്കിൽ അടുത്ത 6 മാസം മറ്റൊരു മീറ്റർ റീഡർ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിലേതുപോലെയുള്ള വഴിയല്ല ഇത്. ഈ വഴിയിൽ മിക്കപ്പോഴും ഒരു 2 വീലറെങ്കിലും പോകുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്രദേശത്ത് ആ വീട്ടുകാർ വള്ളത്തിന് പോവുകയും നമ്മൾ നടന്നു പോവുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വഴിയിലെ എല്ലാ വീട്ടിലേക്കും സ്കൂട്ടറിന് എത്തിച്ചേരുവാൻ സാധിക്കും. ഇപ്പോൾ എത്തിച്ചേരുന്ന വഴിയിൽ 3 വീടുകളാണുള്ളത്. ഈ ഭാഗം തീർത്തതിന് ശേഷം നമ്മൾ ആദ്യം കണ്ട റോട്ടിലേക്ക് തിരിച്ചെത്തണം. വീടുകൾ അകന്നകന്നിരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ധാരാളം സമയം വേണ്ടിവരും എന്നതാണ്. മുൻപ് പെട്രോൾ വണ്ടി ആയിരുന്ന സമയത്ത് ഞാൻ ഈ ഭാഗത്തേക്ക് നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇലക്ട്രിക് വണ്ടി കിട്ടിയതിൽ പിന്നെ സ്കൂട്ടറിനായി വരവ്. നട്ടുച്ചക്ക് റീഡിംഗ് എടുത്ത് മടുത്തു വരുന്ന സമയത്തായിരിക്കും ഈ കാണുന്ന രീതിയിൽ ചില പറമ്പുകളിലേക്ക് റീഡിംഗ് എടുക്കാൻ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ വെയിൽ കൊണ്ടിട്ട് ഈ കാണുന്ന വിധം തണലുള്ള ഭാഗത്തേക്ക് വരുന്നത് വലിയ ആശ്വാസം. നടന്ന് മാത്രമാണ് പോകാൻ സാധിക്കുക. എന്നിരുന്നാലും ഈ കാണുന്നത് പോലെ ഒരു കാക്കത്തണൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്നും ഇത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറം. ആ കാണുന്ന മോട്ടോർ വരയിലാണ് റീഡിംഗ് എടുക്കേണ്ടത്. ഇതൊരു ജാതിത്തോട്ടമാണ്. ഈ രീതിയിലുള്ള ധാരാളം ഏരിയ ഈ ഭാഗത്തുണ്ട്. ലെങ്ത് കൂട്ടി വെറുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഫോളോ ചെയ്താൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കും ഇനിയും വരാൻ സാധ്യത. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.